മദ്യപിച്ചെത്തിയ സംഘം വൈക്കം പോളശ്ശേരി ഭഗവതി ക്ഷേത്ര ഭാരവാഹികളെ മർദ്ദിച്ചതായി പരാതി. ദേവസ്വം വൈസ് പ്രസിഡന്റ് CS നാരായണൻകുട്ടി, ട്രഷറർ വിശ്വംഭരൻ, ജോയിന്റ് സെക്രട്ടറി CS ശിവദാസ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. പിന്നീട് ശിവദാസിന്റെ ഭാര്യ നിഷയെയും സംഘം മർദ്ദിച്ചതായി പരാതിയുണ്ട്. ശിവദാസിനേറ്റ പരിക്ക് ഗുരുതരമാണ്. പരിക്കേറ്റ വനിതയുൾപ്പെടെയുള്ളവർ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. അഖില കേരള ധീവരസഭയുടെ ഉടമസ്ഥതയിലുള്ള പോളശ്ശേരി ഭഗവതി ക്ഷേത്ര ദേവസ്വം ഭരണസമിതിയുടെ പരാതിയിൽ പോളശ്ശേരി പുളിന്തർ വീട്ടിൽ സുബിൻ, ഓടാട്ട് വീട്ടിൽ രഞ്ജിത്ത്, പാർത്ഥശ്ശേരി വീട്ടിൽ ആദർശ്, തറയിൽ വീട്ടിൽ ശ്രീകുട്ടൻ എന്നിവർക്കെതിരെ വൈക്കം പോലീസ് കേസെടുത്തു. പോളശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന്റെ സമാപനത്തിന് ശേഷം വ്യാഴാഴ്ച പുലർച്ചെ ദേവസ്വം ഭാരവാഹികൾ ക്ഷേത്ര പരിസരവും ആറാട്ടുകടവും വൃത്തിയാക്കുന്നതിനിടയിലാണ് മർദ്ദനമുണ്ടായതെന്ന് പരാതിയിൽ പറയുന്നു. മദ്യലഹരിയിൽ എത്തിയ 4 സംഘം ക്ഷേത്രത്തിലെ ആറാട്ടു ചടങ്ങുകൾ നടക്കുന്ന പ്രധാന മണ്ഡപത്തിൽ ഛർദ്ദിച്ചു. ഇത് ക്ഷേത്ര ഭാരവാഹികൾ ചോദ്യം ചെയ്തപ്പോൾ പ്രകോപിതരായ സംഘം അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നുവെന്ന് വൈക്കം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. പവിത്രമായ ക്ഷേത്ര ചടങ്ങുകൾ നടത്തുന്ന പ്രധാന മണ്ഡപം മദ്യപിച്ച് ഛർദ്ദിച്ച് അശുദ്ധമാക്കുകയും ക്ഷേത്ര ഭാരവാഹികളെ മർദ്ദിക്കുകയും ചെയ്ത സംഘം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും ദേവസ്വം ഭാരവാഹികൾ ആരോപിച്ചു. പ്രവീൺ ഭാസ്കർ, സിറ്റി വോയ്സ്, വൈക്കം.